ആശ്രയ നാച്ചുറൽസിൻ്റെ ചികിത്സ ഈ പ്രാവശ്യം തുടങ്ങിയപ്പോൾ എനിക്ക് അതുകൊണ്ട് കുറേ കഷ്ടപ്പാടുകൾ കുറഞ്ഞു. പിന്നെ സാമ്പത്തികമായിട്ട് ഗുണം കിട്ടി. പിന്നെ അതുകൂടാതെ എൻ്റെ രോഗത്തിന് നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് ആ തെറാപ്പിസ്റ്റിൻ്റെ സേവനം നല്ല ഇതായിട്ട് എനിക്ക് തോന്നി. ഇതിനു മുമ്പ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല നിലയിൽ തെറാപ്പിസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ആശ്രയ നാച്ചുറൽസിൻ്റെ ഈ ഹോം കെയർ പരിപാടി ഏറ്റവും നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട് വിട്ട് പോകണ്ട. പിന്നെ എനിക്കും ആരോഗ്യപരമായിട്ട് തീരെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റാണ് ഇങ്ങനെ ഹോം ഇതാണ് എനിക്കും ഇഷ്ടം. പിന്നെ ആശ്രയ നാച്ചുറൽസിൻ്റെ പുതിയ രീതിയിലുള്ള ബെഡ്, പുതിയ സ്റ്റീം ബാത്ത്, അതൊക്കെ എനിക്ക് നല്ല സൗകര്യമായിട്ട് തോന്നി. പിന്നെ എൻ്റെ പ്ലാന്റ്സ്, ഇഷ്ടംപോലെ ചെടികൾ, ഇതൊക്കെ നോക്കാൻ എനിക്ക് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നല്ല ഇതാണ്. എപ്പോഴും 2 പേര് മാത്രമുള്ള വീടുകളിൽ ആൾക്കാർ കുറവുള്ള വീടുകളിൽ ഇതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. നീരുവീഴ്ച തലയിൽ നിന്ന് നീരുവീഴ്ച കീഴ്പോട്ട് ഇറങ്ങിയിട്ട് അത് ഈ പെടലിയുടെ അവിടെയും ഉരട്ടിൻ്റെ അവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കും. നീര് ദോഷം അത് ചിലപ്പോൾ കീഴ്പോട്ട് ഇറങ്ങി കാലിൻ്റെ മുട്ടിനകത്ത് വന്ന് പെരുമുട്ടായിട്ട് വരും. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആയുർവേദ ഡോക്ടർ പുരുഷോത്തമനെ കണ്ട് ചികിത്സിച്ചപ്പോൾ അങ്ങേരുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായിട്ട് പഞ്ചകർമ്മ ഞങ്ങൾ തുടങ്ങിയത്. അത് ഇവിടെ കോതമംഗലത്ത് തെക്കിനി ആശുപത്രിയിലാണ് അന്ന് ചെയ്ത്. പിന്നീട് ഞാൻ 2008 അവിടെ തന്നെ 2004 2008 വീണ്ടും ചെയ്തു. പിന്നെ ഓരോ 4 വർഷം കൂടുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ശരീരത്തിന് നല്ല സുഖം കിട്ടുന്നുണ്ട്. ഈ ഒരു 2010 ചത്തുപോയി എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഇട്ടേച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ അമല ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ഇട്ടും പിശാചിനെ പോലെ ഇരുന്നത്. അത് ഈ ആയുർവേദം കൂട്ടിയപ്പോഴത്തേക്കാണ് അതിന് മനുഷ്യപ്പറ്റായത്. അതൊന്നും ഇങ്ങനെ ഓരോ 4 വർഷം കഴിയുമ്പോഴും ഈ ക്രിയകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഗുണമുണ്ട്, ശരീരത്തിന് നല്ല ഗുണമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ഈ 40-50 വയസ്സിന് ശേഷമുള്ള ആളുകളെല്ലാം ഇത് ഉപയോഗിച്ചാൽ അവർക്ക് മറ്റു രോഗങ്ങളിൽ നിന്ന് നല്ല ആശ്വാസം കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷ് വൈദ്യമാണെങ്കിൽ ഒരു രോഗത്തിന് മരുന്ന് കൊടുത്താൽ വേറെ 4 രോഗം കൊണ്ടുവരും. ഇതല്ല, ഒരു രോഗത്തിന് മരുന്ന് കൊടുത്താൽ പല രോഗങ്ങളും ഇല്ലാതായി മാറും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിച്ച് അത് നല്ലോണം ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ ഇത് 6ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ക്രിയകൾ ചെയ്യുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ വീട് 1 മാസം പൂട്ടിയിടണം, വേറെ ആൾക്കാരെ ഏൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെ. മിക്ക ആൾക്കാർക്കും ഇത് തന്നെ നല്ലത്. വീട് വിട്ടു പോകണ്ടല്ലോ.